നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് വിശദമായി. സൗദി അറേബ്യയിൽ വാണിജ്യ മേഖലയിൽ ബിനാമി ഇടപാടുകൾക്കെതിരെ പരിശോധന കർശനമാക്കി. 2025 നടത്തിയ പരിശോധനകളിൽ 1000-ലധികം നിയമലംഘനങ്ങളാണ് അധികൃതർ കണ്ടെത്തിയത്. ബിനാമി ബിസിനസ് നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്ന് 8 ദശലക്ഷത്തിലധികം റിയാൽ പിഴയായി ഈടാക്കി. സൗദി വാണിജ്യ മേഖലയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 2025 വിപുലമായ പരിശോധനകളാണ് നടന്നത്. ബിനാമി ഇടപാടുകളും വാണിജ്യ മേഖലയിലെ നിയമലംഘനങ്ങളും കണ്ടെത്താൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മാത്രം 35,280 പരിശോധനകൾ പൂർത്തിയാക്കി. ഈ പരിശോധനകളിൽ 1017 ബിനാമി ഇടപാടുകൾ കണ്ടെത്തി. കൂടാതെ വിവിധ സ്ഥാപനങ്ങൾക്കെതിരെ ലഭിച്ച 6,373 പരാതികളിൽ വിശദമായ അന്വേഷണം നടത്തി. നിയമം ലംഘിച്ചതായി കണ്ടെത്തിയ 724 കേസുകൾ പ്രത്യേക സമിതിക്ക് കൈമാറി. 80,69,000 റിയാൽ പിഴ ചുമത്തുകയും ചെയ്തു. ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയ 47 കേസുകൾ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഇവർക്ക് തടവ് ശിക്ഷയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ നേരിടേണ്ടിവരും. സൗദി വിഷൻ 2030 ഭാഗമായി റീറ്റെയിൽ, എഞ്ചിനീയറിംഗ്, ഭക്ഷ്യമേഖലകളിലാണ് പ്രധാനമായും പരിശോധന കേന്ദ്രീകരിച്ചത്. സ്വദേശികളുടെ പേരിൽ വിദേശികൾ ബിസിനസ് നടത്തുന്ന രീതി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികവും മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യുമായി സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഫിലിപ്പീൻസ്. തിങ്കളാഴ്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൾഡ് മാർക്കോസ് ജൂനിയർ UAE-യിലെത്തും. മിഡിൽ ഈസ്റ്റ് രാജ്യവുമായുള്ള ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഫിലിപ്പീൻസിന്റെ ലക്ഷ്യം. ഫിലിപ്പീൻസുമായി സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിൽ ഏർപ്പെടാമെന്ന് നേരത്തെ തന്നെ UAE തീരുമാനിച്ചിരുന്നു. ഊർജ്ജ മേഖലയിലും പാരിസ്ഥിതിക വിഷയങ്ങളിലും തുടങ്ങി AI-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി മികച്ച സഹകരണമാണ്. സെപ കരാറിൽ ഏർപ്പെടുന്നതോടെ കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം വ്യാപിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹിയാൻ ക്ഷണിച്ചതിനു പിന്നാലെയാണ് പുതുവർഷത്തെ തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനം ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ UAE-യിലേക്കാക്കിയത്. ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യവുമായി ആദ്യമായാണ് ഫിലിപ്പീൻസ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത്. ഫെർഡിനാൻഡ് മാർക്കോസ് തിങ്കളാഴ്ച UAE-യിലെത്തും. പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള കരാറും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കും. വിവിധ ടെക്നോളജികളുടെ കൈമാറ്റമാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. അബുദാബി സസ്റ്റൈനബിലിറ്റി വീക്കിലും ഫിലിപ്പീൻസ് പ്രസിഡന്റ് പങ്കെടുക്കും. GCC രാജ്യങ്ങളിൽ UAE-യാണ് ഫിലിപ്പീൻസിന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി. 24 ദുബായ്. 7 വയസ്സുള്ള കോഴിക്കോട്ടുകാരി ഇനായ എന്ന മിടുക്കിക്കുട്ടി ഇപ്പോൾ ദുബായിൽ വൈറലാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമായുള്ള ഇനായയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ ട്രെൻഡിംഗ് ആകുന്നത്. എന്താണ് സംഭവമെന്ന് നോക്കാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഒരുപാട് അംഗരക്ഷകരുള്ള ദുബായ് ഭരണാധികാരി. കഴിഞ്ഞ ദിവസം നാദൽ ഷബയിലെ ദ സ്ക്വയറിൽ അദ്ദേഹം എത്തിയിരുന്നു. എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന തിരക്കിലായി. 7 വയസ്സുകാരിയായ ഇനായയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. തനിക്കും ഓർത്തിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. കുഞ്ഞിനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിനെ നോക്കി പതിയെ അരികിലേക്ക് ചെന്നു. അദ്ദേഹവും കൈനീട്ടി. ഒരു സുഹൃത്തിനോടെന്ന പോലെ ഇനായ ഒരു ക്യൂട്ട് ഹൈഫൈവ് നൽകി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിനെ കണ്ടതിൻ്റെയോ തൊട്ടതിൻ്റെയോ പരിഭവമൊന്നും ആ മുഖത്തില്ല. കൂളായിപ്പോയി ഹൈഫൈവ് നൽകി ഒന്നും സംഭവിക്കാത്ത പോലെ ഇനായ മടങ്ങി വന്നു. ഹൈഫൈവ് കൊടുത്തത് ദുബായ് ഭരണാധികാരിക്കാണെന്നും അവൾക്കറിയാം. കോഴിക്കോട് സ്വദേശിയായ ആജിലിൻ്റെയും സെലിൻ്റെയും മകളാണ് ഇനായ. ഇവാൻ എന്ന കുഞ്ഞനുജനും ഇനായയ്ക്കുണ്ട്. 24 ദുബായ്. പ്രതിപക്ഷ നേതാവ് VD സതീഷിന് ദോഹ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇൻഗാസ് പ്രവർത്തകർ സ്വീകരണം നൽകി. ഖത്തർ ഇൻഗാസ് സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനാണ് VD സതീശൻ ദോഹയിലെത്തിയത്. ദോഹയിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന കുടുംബ സംഗമത്തിൽ VD സതീശൻ പങ്കെടുക്കുമെന്ന് ഇൻഗാസ് ഭാരവാഹികൾ അറിയിച്ചു. ജിദ്ദയിൽ ഫഗീഫ് കെയർ ഗ്രൂപ്പിലെ ഇന്ത്യക്കാർ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. സിറാജ്, ജാൻസി, ഷീബ, ഷഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
പോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബുക്ക് ഹറാജ് ശനിയാഴ്ച നടക്കും. വൈകിട്ട് 4 മണി മുതൽ ഷറഫിയ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അങ്കണത്തിലാണ് പരിപാടി. വായന പ്രോത്സാഹിപ്പിക്കുക, വായിച്ച പുസ്തകങ്ങളുടെ കൈമാറ്റത്തിന് അവസരം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ബുക്ക് ഹറാജിൽ പഴയതും പുതിയതുമായ 2000-ഓളം പുസ്തകങ്ങളാണുള്ളത്. വായിച്ച ശേഷം പുസ്തകങ്ങൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങുന്നതിനുള്ള സൗകര്യത്തോടൊപ്പം രാജ്യാന്തര എഴുത്തുകാരുടെയും പ്രവാസി എഴുത്തുകാരുടെയും പുതിയ പുസ്തകങ്ങളും സ്റ്റാളുകളിൽ ലഭ്യമാകും. സലാഹ് കാരാടൻ, റഷാദ് കരുമാര, ഷഫീഖ് പട്ടാമ്പി, ജസൽ അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെനസ്വേലയ്ക്കെതിരെ കൂടുതൽ സൈനിക നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തടയാൻ അമേരിക്കൻ സെനറ്റ് അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ യുദ്ധാധികാരം തടയുന്ന നിയമം പാസാക്കാനാണ് നീക്കം. വെനസ്വേലൻ പ്രസിഡന്റിന് എതിരായ നടപടിയെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ന്യായീകരിച്ചു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയതല്ല, മറിച്ച് നിയമം നടപ്പാക്കുകയാണ് ചെയ്തതെന്നാണ് JD വാൻസിന്റെ വിശദീകരണം. മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത് തുടങ്ങിയ കേസുകൾ ചുമത്തിയാണ് അമേരിക്കൻ സൈന്യം മഡുറോയെയും ഭാര്യ സിലിയ ഫോറസ്റ്റിനെയും അറസ്റ്റ് ചെയ്തതെന്നും വാൻസ്. Law enforcement action. We had a legitimate indictment for Maduro for narco-terrorism, for weapons smuggling and weapons trafficking, and we went in with the best military in the world. We got our guy. He's going to stand trial. By the way, he's given the full due process rights that are entitled to anybody who's in the United States. I think he's going to go away. He's going to be found guilty. That's not a kidnapping. That's a law enforcement operation. അതേസമയം വെനസ്വേലയ്ക്കെതിരെ കൂടുതൽ സൈനിക നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ തടയുന്നതിനുള്ള പ്രമേയം US സെനറ്റ് ഇന്ന് പരിഗണിക്കും. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം തേടാതെയുള്ള സൈനിക നടപടിയിൽ റിപ്പബ്ലിക്കൻ അംഗങ്ങളിൽ ചിലർക്കും എതിർപ്പുണ്ട്. എന്നാൽ സെനറ്റ് പാസാക്കിയാലും പ്രമേയം നിയമമാകണമെങ്കിൽ ജനപ്രതിനിധി സഭയിൽ പാസ്സാകുന്നതുൾപ്പെടെ കടമ്പകളേറെയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഡൽഹി തുർക്ക്മാൻ ഗേറ്റിന് സമീപത്തെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനിടെയുണ്ടായ സംഘർഷത്തിൽ 6 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 11ആയി. പോലീസിന് നേരെ കല്ലെറിഞ്ഞ് 30 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് സുരക്ഷയിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്ന നടപടികൾ തുടരും. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനിടെയായിരുന്നു പോലീസിന് നേരെ കല്ലേറുണ്ടായത്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച പോലീസ് ഇതുവരെ 11 പേരെ അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് പിന്നിലെ 30 പേരെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞു. ഇവരെ പിടികൂടാനായി വിവിധയിടങ്ങളിൽ പരിശോധന നടക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി സമാജ്വാദി പാർട്ടി MP മുഹിബുള്ള നദ്വിക്ക് ഡൽഹി പോലീസ് സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ്. സംഘർഷമുണ്ടാകുമ്പോൾ MP നദ്വി സ്ഥലത്തുണ്ടായിരുന്നെന്നും അവിടെ നിന്ന് പിന്മാറാൻ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടും അനുസരിച്ചില്ലെന്നും ഡൽഹി പോലീസ് ആരോപിച്ചു. നിലവിൽ ഈ മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. പൊളിക്കൽ നടപടികൾക്കെതിരെ സെയ്ദ് ഫൈസ് ഇലാഹി മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പൊളിക്കൽ നടപടികളെന്നാണ് മസ്ജിദ് കമ്മിറ്റി ആരോപിക്കുന്നത്. 24 ഡൽഹി. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന് വിട. പൂനെയിലെ നവിപേഡിലുള്ള ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. പൂനെയിലെ പ്രയാഗ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. പരിസ്ഥിതിക്ക് വേണ്ടി ജീവിച്ച് നിലപാടെടുത്ത് കലഹിച്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ മാധവ് ഗാഡ്ഗിൽ യാത്രയായി. പ്രായാധിക്യം മൂലമുള്ള അവശതകൾ കാരണം കഴിഞ്ഞ 8 ദിവസമായി ചികിത്സയിലായിരുന്നു. മക്കളായ സിദ്ധാർത്ഥും ഗൗരിയും അവസാന നിമിഷങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നു. പൂനെയിലെ പഞ്ചവതിയിലെ വീട്ടിലും നവിപേട്ടിലെ ശ്മശാനത്തിലും അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സമൂഹവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എത്തി. പലരും ഓർമ്മകളിൽ വിതുമ്പി. പശ്ചിമഘട്ടത്തിൽ പതിയിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ച ഗാഡ്ഗിലിനെ അന്ന് എതിർത്തവർ പോലും സസൂക്ഷ്മം ശ്രവിക്കുന്ന കാലത്താണ് വിയോഗം. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് പൂനെയിലെ ഈ വസതിയിലെത്തി മാധവ് ഗാഡ്ഗിലിനെ ഏറ്റവും ഒടുവിൽ കാണുന്നത്. അന്നും അദ്ദേഹം അതീവ രോഷത്തോടെയാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി നാശത്തെക്കുറിച്ച് സംസാരിച്ചത്. ഗാഡ്ഗിൽ യാത്രയായെങ്കിലും അദ്ദേഹം പങ്കുവെച്ച ആശങ്കകളും മുന്നോട്ട് വെച്ച പോംവഴികളും നമുക്ക് മുന്നിൽ ഇപ്പോഴുമുണ്ട്. പൂനെയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.
ആധുനിക ഇന്ത്യയുടെ പരിസ്ഥിതി നയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനമായിരുന്നു മാധവ് ഗാഡ്ഗിലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. വികസനത്തിന്റെ പേരിൽ മലനിരകളെ മാന്തിപ്പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഗാഡ്ഗിൽ പ്രവാചക തുല്യമായ ഉൾക്കാഴ്ചയോടെയാണ് മുന്നറിയിപ്പ് നൽകിയത്. മാധവ് ഗാഡ്ഗിൽ എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രകൃതിക്ക് വേണ്ടിയുള്ള ഒരു നിലവിളിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സഖ്യന്റെ കാവലാളായിരുന്നു മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തിന്റെ ഹൃദയമിടിപ്പറിഞ്ഞ ശാസ്ത്രകാരൻ. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ വ്യക്തിയെന്ന നിലയിലാണ് ഗാഡ്ഗിൽ എന്നും ഓർമ്മിക്കപ്പെടുക. പരിസ്ഥിതി സംരക്ഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങാതെ ഗ്രാമസഭകൾ വഴി ജനങ്ങളിലെത്തണമെന്ന് വാദിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഗാഡ്ഗിൽ. 1942 മെയ് 24 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച മാധവ് ഗാഡ്ഗിൽ ചെറുപ്പം മുതലേ പ്രകൃതിയോടും ശാസ്ത്രത്തോടും താൽപ്പര്യം കാണിച്ചിരുന്നു. അച്ഛൻ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആസൂത്രണ കമ്മീഷൻ മുൻ ഉപാധ്യക്ഷനുമായിരുന്നു. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ഹാർവേഡ് സർവകലാശാലയിൽ നിന്ന് മാത്തമാറ്റിക്കൽ ഇക്കോളജിയിൽ PhD കരസ്ഥമാക്കി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാഡ്ഗിൽ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായി ചേർന്നു. ഇവിടെ അദ്ദേഹം സ്ഥാപിച്ച സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസസ് ഇന്നും ഏഷ്യയിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നാണ്. മാധവ് ഗാഡ്ഗിലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനമായിരുന്നു. 2010 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അദ്ദേഹത്തെ ഇതിനായി നിയോഗിച്ചത്. സഖ്യനിരകൾ നേരിടുന്ന മുറിവുകൾക്ക് മരുന്നായിട്ടാണ് ഗാഡ്ഗിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേവലം ഒരു ഔദ്യോഗിക രേഖയായിരുന്നില്ല അത്, മറിച്ച് വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട പരിസ്ഥിതിയെപ്പറ്റിയുള്ള വിലാപമായിരുന്നു. 2011 അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെ പൂർണ്ണമായും പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തു. 2018 മഹാപ്രളയത്തിൽ കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ ഗാഡ്ഗിൽ എന്ന ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ മലയാളിയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി വിവാദ പരാമർശത്തിൽ CPIഎമ്മിൽ ഭിന്നത. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അതേസമയം CPIഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ബാലനെ തള്ളിപ്പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AK ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്ന് MV ഗോവിന്ദൻ CPIഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. CPIഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പരാമർശമെന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്നും അതോടെ പല മാറാടുകൾ ആവർത്തിക്കുമെന്ന AK ബാലന്റെ പരാമർശമാണ് വിവാദങ്ങൾ ആളിക്കത്തിച്ചത്. എന്നാൽ പരാമർശം തള്ളാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വിവാദ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും 5ാം മന്ത്രി വിവാദത്തിൽ VD സതീശൻ സ്വീകരിച്ച നിലപാടും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത്. എന്നാൽ AK ബാലൻ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകുകയായിരുന്നുവെന്നും അതിനെ പാർട്ടി തള്ളിക്കളയുന്നുവെന്നും MV ഗോവിന്ദൻ CPIഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. ഇതോടെയാണ് വിഷയത്തിൽ പാർട്ടി 2 തട്ടിലായത്. എന്നാൽ CPIഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പരാമർശമെന്ന വാദം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. വിവാദ പരാമർശത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് AK ബാലന്റെ നിലപാട്. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക അവസ്ഥയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് ആർക്കും ബോധ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തനശൈലിയിൽ മുഖ്യമന്ത്രി അടിമുടി മാറ്റം വരുത്തും. പ്രവർത്തനശൈലിയിലും പൊതു പ്രതികരണങ്ങളിലും സമീപനം മാറ്റും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസന നേട്ടങ്ങൾക്കൊപ്പം രാഷ്ട്രീയവും ഉന്നയിക്കുക എന്നതായിരിക്കും LDFന്റെ പ്രചാരണ തന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് 110 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന മന്ത്രിമാരുടെ യോഗത്തിലെ വിലയിരുത്തൽ ശരിവെക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. അത്
പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFന്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. കോൺഗ്രസ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. അതുപോലെ ഏതെങ്കിലും ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമാണോ മുഖ്യമന്ത്രിയുടെ വിലയിരുത്തലെന്നും ചോദ്യമുയർന്നു. ഞങ്ങൾക്ക് കനകൂലൊന്നുമില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കനകൂലും എല്ലാ കാലത്തും. 10 കൊല്ലമായി സർക്കാരിനെതിരെ ഉണ്ടായേക്കാവുന്ന തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. എന്നാൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സംശയമുണ്ട്. ഇത് കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി തന്റെ ശൈലിയിൽ മേക്ക് ഓവറിന് ഒരുങ്ങുന്നത്. പൊതുവിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും ശക്തമായ പ്രതികരണം നടത്തിയും മാധ്യമങ്ങളോട് സംബന്ധിച്ചുമാണ് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം. ശൈലി മാറുന്ന സൂചനകൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയിൽ പ്രകടമാണെന്നും CPIM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ വികസനത്തിനൊപ്പം രാഷ്ട്രീയം പറയാനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. കോഴിക്കോട് ബേപ്പൂരിൽ PV അൻവറിനൊപ്പം കോൺഗ്രസ് ചർച്ചകളിൽ ആദം മുൽസിയുടെയും KP നൌഷാദ് അലിയുടെയും പേരുകളുണ്ട്. കൊയിലാണ്ടിയിൽ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ, കോഴിക്കോട് നോർത്തിൽ K ജയന്ത്, നാദാപുരത്ത് KM അഭിജിത്ത് എന്നിവർ വിജയസാധ്യതാ പട്ടികയിലുണ്ട്. ഇടുക്കി ഉടുമ്പൻചോലയിൽ M മണി മൂന്നാമതും കളത്തിലിറങ്ങിയേക്കും. പാലക്കാട് മണ്ഡലത്തിൽ നടൻ ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJP നേതൃത്വം ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു സർവേയുടെ അടിസ്ഥാനത്തിൽ നൽകിയ വിജയസാധ്യതാ പട്ടികയിൽ കോഴിക്കോട് ജില്ലയിൽ PV അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞ ബേപ്പൂരിൽ ആദം മുൽസിയുടെയും KP നൌഷാദ് അലിയുടെയും പേരാണ് കോൺഗ്രസിൽ നിർദ്ദേശിക്കപ്പെട്ടത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറിനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നിയമസഭയിലേക്ക് 16 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിലാണ് യൂത്ത് കോൺഗ്രസ്. അതേസമയം ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ ടേം നിബന്ധനയിൽ M മണിക്ക് CPIM ഇളവ് നൽകിയേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാനാണ് M മണിയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നത്. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആര് സ്ഥാനാർത്ഥിയാകണം, എങ്ങനെയാണ് ജയസാധ്യത, എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി തീരുമാനിക്കും. അത് പാർട്ടി പറയണ്ടേ, പാർട്ടി പറയുന്നത് ചെയ്യും. എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വികാരവും ഭരണവിരുദ്ധ വികാരവും അനുകൂലമാക്കാനാണ് BJP നീക്കം. വിജയസാധ്യത പഠിക്കാൻ BJP നിയോഗിച്ച ഏജൻസി നടൻ ഉണ്ണി മുകുന്ദന് പാലക്കാട് മണ്ഡലത്തിൽ വിജയസാധ്യത പ്രവചിക്കുന്നുണ്ട്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ പേരും സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നു. പാലക്കാട് സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ശബരിമല സന്നിധാനത്ത് തിരക്കേറുമ്പോഴും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ജോലി ചെയ്യുകയാണ് പോലീസ് അയ്യപ്പന്മാർ. 18ാം പടിയിലെ ഡ്യൂട്ടി ഓഫീസർമാരുടെ ജോലി ഏറെ ശ്രമകരമാണ്. പുലർച്ചെ 3 മണിയോടെ അയ്യപ്പൻ ഉണരും. അതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും 18ാം പടി ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ എത്തണം. ഒരു ടീമിൽ 15 പേർ വീതം 3 സംഘം. പടിയിൽ കാൽ പകുതി നിവർത്തിയാണ് ബാലൻസ് ചെയ്തുള്ള നിൽപ്പ്. ഒന്ന് കാൽ മാറിയാൽ താഴേക്ക് വീഴുമെന്ന് ഉറപ്പ്. തേങ്ങയുടച്ച് 18ാം പടി കയറുന്ന അയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയും പെട്ടെന്ന് പടി കയറ്റുക എന്നത് ശ്രമകരം തന്നെ. ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും ടീം മാറും. പിന്നെ 30 മിനിറ്റ് വിശ്രമം. പിന്നെയും പടിയിലേക്ക് ഇറങ്ങണം. ബറ്റാലിയനിലെ പോലീസുകാരെയാണ് പടി ഡ്യൂട്ടിക്ക് പതിവായി നിയോഗിക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ പലരും സന്നിധാനത്തെ തന്നെ ആശുപത്രികളിലേക്ക് എത്തും. അടുത്ത ദിവസം വീണ്ടും പടിയിലിറങ്ങി അയ്യപ്പന്മാരെ പിടിച്ചുകയറ്റാൻ ശരീരം കൂടി സഹകരിക്കേണ്ടേ. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 സന്നിധാനം. ഗൾഫ് ടുഡേ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.